സംസ്ഥാനം കനത്ത ജാഗ്രതയിലാണ്. പാലക്കാട്, തൃശൂർ ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പുണ്ട്. 3 പേർക്കാണ് സംസ്ഥാനത്ത് ഇന്ന് സൂര്യാതപമേറ്റത്. ഉയർന്ന അൾട്രാവയലറ്റ് സൂചികയെ തുടർന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഇതിനിടെ വേനൽക്കാലത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം വർദ്ധിക്കാൻ സാധ്യതയെന്നാണ് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. മാർഗനിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. അലക്സ്ര മുഹമ്മദ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഈ അലർട്ടുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കാണ്. പൊള്ളുന്ന ചൂടാണ്, ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പുറത്തിറങ്ങിയാൽ എന്നുള്ളതാണ് അവസ്ഥ. വലിയ മുന്നറിയിപ്പുമായി അല്ലെങ്കിൽ മുന്നറിയിപ്പുകൾ 4 ജില്ലകളിലടക്കം ഈ ഒരു വലിയ കടുത്ത ചൂടുണ്ടാകുന്ന മുന്നറിയിപ്പാണല്ലോ ഇപ്പോൾ നൽകുന്നത്. അനില, 4 ജില്ലകളിലല്ല 12 ജില്ലകളിൽ ഇടുക്കി, വയനാട് ഒഴികെയുള്ള 12 ജില്ലകളിലും ചൂട് കഠിനമായി തന്നെ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഉയർന്ന താപനില തുടരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ തൃശ്ശൂർ ജില്ലയിലും പാലക്കാട് ജില്ലയിലും ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്, ഇന്നും നാളെയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ 2 ജില്ലകളിലും താപനില 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതിനാൽ സംസ്ഥാനമൊട്ടാകെ തന്നെ മുഴുവൻ ജില്ലകളിലും അതീവ ജാഗ്രതയും കർശനമായ സുരക്ഷാ മുൻകരുതലുകളും പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ട്. പാലക്കാട് ഉയർന്ന താപനില 41 ഡിഗ്രി സെൽഷ്യസ് വരെയും, തൃശ്ശൂരിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലത്ത് 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, കോട്ടയം, പത്തനംതിട്ട, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരത്ത് 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പിലുള്ളത്. അതായത് സാധാരണ രേഖപ്പെടുത്തുന്നതിനേക്കാൾ 3 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന താപനില ഈ ജില്ലകളിൽ രേഖപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പാണ് നൽകുന്നത്. ദുരന്ത നിവാരണ അതോറിറ്റി നേരത്തെ തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം ഈ ഉയർന്ന ചൂട്, ഉഷ്ണതരംഗം, സൂര്യാഘാതം, സൂര്യാതപം, ഒപ്പം നിർജ്ജലീകരണം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നതിനാൽ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ്. പകൽ സമയത്ത് നേരിട്ട് സൂര്യപ്രകാശം ശരീരത്തിൽ ഏൽക്കുന്നത് ഒഴിവാക്കണം. അതായത് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 3 മണി വരെയുള്ള സമയത്ത് നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം. അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണം. ധാരാളം വെള്ളം കുടിക്കണം. അതായത് നിർജ്ജലീകരണം ഒഴിവാക്കുന്നതിന് വേണ്ടി ദാഹമില്ല എങ്കിൽ പോലും ധാരാളം വെള്ളം കുടിക്കണം തുടങ്ങിയ മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. അതിൽ തന്നെ പ്രായമായവർ, ഒപ്പം ഗർഭിണികൾ, ഒപ്പം കിടപ്പ് രോഗികൾ, കുട്ടികൾ എന്നിവർ പ്രത്യേകം ഈ ഘട്ടത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇതിൽ 4 ഇടങ്ങളിൽ, അതായത് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിലെ 4 ഇടങ്ങളിൽ അൾട്രാവയലറ്റ് ഇൻഡെക്സ് ഉയർന്ന തോതിലാണ്. അതായത് 8 അൾട്രാവയലറ്റ് ഇൻഡെക്സ് രേഖപ്പെടുത്തുന്നത്. കോന്നി, ചെങ്ങന്നൂർ, ചങ്ങനാശ്ശേരി, മൂന്നാർ എന്നിവിടങ്ങളിലാണ് അൾട്രാവയലറ്റ് ഇൻഡെക്സ് 8 രേഖപ്പെടുത്തുന്നത്. ആ 4 ഇടങ്ങളിലും ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ചൂടിൽ ഈ വരുന്ന ദിവസങ്ങളിൽ കൂടി ശ്രദ്ധ ചെലുത്തണം, അല്ലെങ്കിൽ ശ്രദ്ധ തുടരണം എന്നുള്ളതാണ് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ തിങ്കളാഴ്ചയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വേനൽ മഴ കൂടി കാര്യമായി ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ വേനൽ മഴ പലയിടങ്ങളിൽ ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ശേഷം മലയോര മേഖലയിൽ ഇടിമിന്നലോടുകൂടി വേനൽ മഴ ലഭിക്കുന്നുണ്ട്. അത് തിങ്കളാഴ്ചത്തേക്ക് ശേഷം വേനൽ മഴ കൂടുതൽ വ്യാപകമായി ലഭിക്കാനുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത്. വേനൽ മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും കാറ്റിനും കൂടി സാധ്യതയുണ്ട്. ഇടിമിന്നൽ ജാഗ്രതാ മുന്നറിയിപ്പുകൾ കൂടി പാലിക്കണം. ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് വന്ന പ്രധാനപ്പെട്ട മറ്റൊരു ജാഗ്രതാ മുന്നറിയിപ്പ് അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ടാണ്. വേനൽക്കാലത്ത്, അതായത് വേനൽ ചൂട് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഈ അമീബിക് മസ്തിഷ്ക ജ്വരം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്ന് ആരോഗ്യവകുപ്പ് വിലയിരുത്തുന്നുണ്ട്. ജാഗ്രതാ നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. ശുദ്ധമല്ലാത്ത വെള്ളത്തിൽ കുളിക്കുകയോ മുഖം കഴുകുകയോ ചെയ്യരുതെന്ന് വകുപ്പ് അറിയിക്കുന്നു. പൊതുസ്ഥലങ്ങളിൽ വെള്ളത്തിന്റെ ഗുണനിലവാരവും ബന്ധപ്പെട്ട വകുപ്പുകൾ പരിശോധിക്കുകയും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കുകയും ചെയ്യണമെന്ന് അറിയിക്കുന്നു. ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കണം. കിണറുകൾ, ടാങ്കുകൾ, നീന്തൽക്കുളങ്ങൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധമാക്കണം. ആരോഗ്യവകുപ്പ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ടെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കുന്നുണ്ട്. മസ്തിഷ്ക ജ്വരം ബാധിക്കുന്നവർക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം കണ്ടെത്താനുള്ള പരിശോധനകൾ കൂടി നടത്താൻ ആരോഗ്യവകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മന്ത്രി എന്നുള്ളതാണ്. മസ്തിഷ്ക ജ്വരത്തിന്റെ രോഗലക്ഷണങ്ങൾ കാണുന്നവർ എത്രയും വേഗം ചികിത്സ നേടണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അനിൽ, ശരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.